ആഘോഷിക്കുകയും ഇടവകയുടെ ജീവന തുടിപ്പ, നാളെയുടെ പ്രതീക്ഷയാണ്. നിങ്ങളെത്രമാത്രം ഈ വിശ്വാസത്തിൽ ആഴപ്പെടുന്നു, ആത്മീയത ബലപ്പെടുത്തും, പ്രതിസന്ധികളെ വകഞ്ഞുമാറ്റി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മിടുക്കന്മാരും മിടുക്കികളുമായി മാറുന്നു. അതനുസരിച്ചാണ് നമ്മുടെ ഇടവക അറിയപ്പെടുന്നത്, നമ്മുടെ സഭ കൂടുതൽ ശോഭിതമാകുന്നത്. അതുകൊണ്ട് എല്ലാ യുവജനങ്ങളെയും നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കാം. യൂത്ത് ഇയറായിട്ട് സഭ ഈ വർഷം ആഘോഷിക്കും. അപ്പോൾ നമ്മുടെ ഇടവകയിൽ നടത്തപ്പെടുന്ന ഈ യൂത്ത് ഡേയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എല്ലാ യുവജനങ്ങളെയും നമുക്ക് ഈശോയുടെ ഈ അൾത്താരയിൽ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ത്രിത്വത്തിലുള്ള വിശ്വാസത്തിൽ എന്നെ ആഴപ്പെടുത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിലെ യോഗ്യതയോടെ പങ്കുവയ്ക്കും. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെയണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെയണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ശ്ലീഹകാലം പേജ് 225. നമുക്ക് പ്രാർത്ഥനകളെല്ലാം കുറച്ചും കൂടി ഉറക്കെ ചൊല്ലാം. സജീവമായിട്ട് നമുക്ക് ഈ കുർബാനയിൽ പങ്കെടുക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിലൂടെ തുടരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നിന്ദാസന്മാർ നിൻ സ്തുതിഗീതം പാടുന്നു. നീതിയെഴുന്നവരെല്ലാരും നിൻ തിരുനാമം വാഴ്ത്തുന്നു. കർത്താവേ, നിൻ റൂഹായി പാരിലയിക്കാൻ കനിയണമേ. അഖിലവും അപ്പോൾ ഉരുവാകും, നൂതനമായി ഭവിച്ചിടും. നാഥാ, നിൻ കൃപയെന്നാളും നിന്റെ വിശുദ്ധർ കണ്ടെത്തും. നിൻ രാജ്യത്തിൻ മഹിമയവ മർത്യരെ നിത്യവും അറിയിക്കും. ഭക്തജനത്തിൽ കർത്താവേ, സംപ്രീതൻ നീ എന്നാളും. ശരണം നിന്നിലടച്ചിടും, നരരിൽ മോദം കൊള്ളുന്നു. എന്നാളും ഭരണാധിപന കർത്താവേ, നീ വാഴുന്നു. സിഹിയോനേ, നിൻ ദൈവമിതാ തലമുറ തലമുറ നിലനിൽപ്പൂ. താതനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കിന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതികൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നു ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും
ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സുപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവേ ആശീർവദിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന് 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്ന് കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചെറുകുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. മോശ ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു: കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു: സഹോദരരെ, എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവേ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ എന്നോട് പറഞ്ഞു: മനുഷ്യപുത്ര, എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് പറഞ്ഞു: മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു, എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ മർക്കടമുഷ്ടികളും കഠിന ഹൃദയരുമാണ്. അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും. മനുഷ്യപുത്ര, നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട. മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം. തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വരാം. എന്നാലും നീ അവരുടെ വാക്കുകേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്.
അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. പേജ് 227. നിന്നുടെ റൂഹായെ കനിവോടയക്കുമ്പോൾ സകലരും ഉരുവാകും. ആത്മീയതയാൽ മധുരിതമാ ഹല്ലേലൂയ ഗീതികള ദൈവാത്മാവിനാഗമനം കൊണ്ടാടിയിടാം സാനന്ദം അവനെന്നും സ്തോത്രം പാടിയിടാം. ഭൂതലമകിലും നീ നൂതനമാക്കിയിടും നാഥാ സകലേശ. ആത്മീയതയാൽ മധുരിതമാം ഹല്ലേലൂയ ഗീതികളാൽ ദൈവാത്മാവിനാഗമനം കൊണ്ടാടിയിടാം സാനന്ദം അവനെന്നും സ്തോത്രം പാടിയിടാം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാം ഹല്ലേലൂയ ഗീതികളാൽ ദൈവാത്മാവിനാഗമനം കൊണ്ടാടിടാം സാനന്ദം അവരെന്നും സ്തോത്രം പാടിടാം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആത്മീയതയാൽ മധുരിതമാം ഹല്ലേലൂയ ഗീതികളാൽ ദൈവാത്മാവിനാഗമനം കൊണ്ടാടിടാം സാനന്ദം അവനെന്നും സ്തോത്രം പാടിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നീക്കും. വിശുദ്ധ അനുഗ്രഹിക്കട്ടെ. അധ്യായം 5 1 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായ സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയും നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നിർമ്മലമായൊരു ഹൃദയം നാഥാ, അലിവോടെന്നിൽ ഉരുവാക്കണമേ. ദൈവികമാക്തവ ചൈതന്യം നീ നൂതനമാക്കി തീർക്കണമെന്നിൽ. നിന്നുടെ പാവന റൂഹായിനെ എന്നിൽ നിന്നും എടുത്തിടല്ലേ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും.
അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എന്നെ മഹത്വപ്പെടുത്തും, എന്തെന്നാൽ അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. പിതാവിനുള്ളവയെല്ലാം എൻ്റേതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കുടുംബദിനത്തോടനുബന്ധിച്ചുള്ള സർക്കുലറാണ് വായിക്കുവാനായിട്ട് പോകുന്നത്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, കുടുംബ ശക്തീകരണത്തിനുള്ള തീവ്ര പരിശ്രമത്തിൽ സഭ ഏർപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഗൗരവമേറിയ വെല്ലുവിളികളുടെ പേരുകൾ തേടുമ്പോൾ അത് പലപ്പോഴും എത്തി നിൽക്കുന്നത് കുടുംബത്തിലാണ്. സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സർവോപരി വിശ്വാസ ജീവിതത്തിൻ്റെയും ആണിക്കല്ലും അടിസ്ഥാന ഘടകവും കുടുംബമാണ്. അസ്വസ്ഥകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെ മേഖലകളിൽ ദിശാബോധം നൽകുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ശക്തിപ്പെടണം. അതുകൊണ്ട് കുടുംബങ്ങളെ സംബന്ധിച്ച് ഒരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ് ഇത്. കുടുംബത്തിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽ രക്ഷാകര ചരിത്രത്തിലുടനീളം കുടുംബങ്ങളുടെ ചരിത്രവും സംഭവങ്ങളുമാണ് നാം കണ്ടുമുട്ടുന്നത്. സൃഷ്ടികൾക്കെല്ലാം മകുടമായി തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതും അവനെ പിതാവും മാതാവുമാകുവാൻ നിയോഗിച്ചതും അനുഗ്രഹിച്ചതും ദൈവം തന്നെ. അബ്രാഹാം മുതലുള്ള പൂർവ്വപിതാക്കന്മാരുടെ കുടുംബങ്ങളുടെ മാതൃക വഴി ഉത്തമരായ പിതാക്കന്മാരെയും മാതാക്കളെയും വിശുദ്ധ ഗ്രന്ഥം എടുത്തു കാട്ടുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ദൈവപുത്രന്റെ മനുഷ്യാവതാരം നസറത്തിലെ ഒരു കുടുംബത്തിനുള്ളിൽ സംഭവിച്ചു. ഈശോ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ലോകത്തിലേക്ക് വരുവാൻ ദൈവം ഒരു കുടുംബമാണ് തെരഞ്ഞെടുത്തത്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-6 അധ്യായങ്ങളിലായി കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ വിശാലമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് അതിജീവിക്കുവാനും സ്വയം വളരുവാനും നേട്ടങ്ങൾ കൈവരിക്കുവാനും വ്യക്തിബന്ധങ്ങൾ അനിവാര്യമാണ്. ഈ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല വേദി കുടുംബമാണ്. ആധുനിക കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ പ്രാപ്തമായ അജപാലപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന അമോരീസ് ലെത്തീസിയ സ്നേഹത്തിന്റെ സന്തോഷം എന്ന അപ്പസ്തോലിക പ്രബോധനം 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കി. കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന കോശമാണെന്ന കാര്യം മറക്കരുതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഞ്ചലി ഗൗതിയും എന്ന തിരുവെഴുത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബങ്ങൾ ഇന്ന് ദ്രുതഗതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഘടനയിലും പ്രവർത്തന ശൈലിയിലുമാണ് കൂടുതൽ മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ കുടുംബങ്ങളെയും സമൂഹത്തെയും ശക്തീകരിക്കുന്നുവെങ്കിലും പല തലങ്ങളിലും ദുർബലപ്പെട്ടു പോകുന്നു എന്നതിന് ഏറെ ഉദാഹരണങ്ങളുണ്ട്. കുടുംബങ്ങൾ വൈരുദ്ധ്യങ്ങളിലൂടെ മുന്നേറുകയാണ്. വലിയ വീടുകൾ, വാഹനങ്ങൾ, വീട്ടുപകരണങ്ങൾ, ആഭരണം, ആഘോഷങ്ങൾ, ബ്രാൻഡഡ് ഉപകരണങ്ങൾ എന്നിവ വ്യക്തിയുടെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങളെ നിർണ്ണയിക്കുന്ന അളവുകോലായി. കുട്ടികൾക്ക് നല്ല ആഹാരവും വിലപിടിച്ച വസ്തുക്കളും മുന്തിയ വിദ്യാഭ്യാസ സൗകര്യവും നൽകുക എന്നതിനപ്പുറം ജീവിത നൈപുണ്യം വളർത്തുവാനോ സാമൂഹിക പരിജ്ഞാനം നൽകുവാനോ ധാർമ്മികതയും മൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകുവാനോ കുടുംബങ്ങളെ പരിശ്രമം നടക്കുന്നില്ല. നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം വർദ്ധിച്ചതോടെ അണുകുടുംബങ്ങൾ രൂപപ്പെട്ടു. നഗരത്തിലെ തൊഴിൽ ലഭ്യതക്കുറവും ജീവിത ചെലവും സ്വത്ത് സ്വരുക്കൂട്ടലും മനുഷ്യന്റെ ആർത്തിയും ജനങ്ങളെ അന്യ സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും തൊഴിൽ തേടി പോകുവാൻ പ്രേരിപ്പിച്ചു. ഇന്ന് കുടിയേറ്റം അതിന്റെ ഉച്ചസ്ഥായിലാണ്. മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെ ലഭ്യത, നവമാധ്യമങ്ങളുടെ അതിപ്രസരം, ഇതെല്ലാം തന്നെ ഒരു വിഭാഗം ചെറുപ്പക്കാരെ അമിതമായി സ്വാധീനിക്കുകയും അവരുടെ മാനസിക ആരോഗ്യത്തെയും പെരുമാറ്റ രീതികളെയും മാറ്റിമറിക്കുകയും ചെയ്യുന്നുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ അത് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബങ്ങളിലാകുമ്പോൾ വിവിധ പ്രായത്തിലുള്ള ജനവിഭാഗത്തെ, പ്രത്യേകിച്ച് വൃദ്ധരായവരുടെയും കുട്ടികളുടെയും ജീവിത നിലവാരത്തെയും മാനസികാരോഗ്യത്തെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യം നാം മറക്കരുത്.
മനുഷ്യഭാവനയ്ക്കും അപ്പുറമായ ഇത്തരം വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതവും സഭാത്മകവുമായ ജാഗ്രത നാം പുലർത്തേണ്ടതുണ്ട്. പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കുടുംബത്തിലും സഭയിലും തങ്ങൾക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മാതാപിതാക്കന്മാർ ബോധവാന്മാരാകണം. നല്ല കുടുംബങ്ങൾ എന്ന ലക്ഷ്യവുമായി കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കി ആവശ്യമായ അജപാന ശുശ്രൂഷ നൽകുവാൻ സഭ എക്കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നതും കാലാകാലങ്ങളിൽ നേരിടുന്നതുമായ വിവിധ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ രൂപീകൃതമായ ശുശ്രൂഷ മേഖലയാണ് ഫാമിലി അപ്പോസ്റ്റലേറ്റ്. നല്ല കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുവാൻ വ്യക്തികളെ സഹായിക്കുന്ന ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ കർമ്മ മേഖലകളാണ് മാതൃവേദി, പിതൃവേദി, പ്രോ ലൈഫ് സമിതി, മഡോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോം ലൈഫ്, വിവാഹ ഒരുക്ക സെമിനാർ, സിറോ മലബാർ മാട്രിമണി, ഹോം മിഷൻ എന്നിവ. 2024 ജൂലൈ 26 പാലാ രൂപത പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബാഹ്യമായ വലിയ ആഘോഷങ്ങൾക്ക് അപ്പുറമായി രൂപതയിലെ ഓരോ കുടുംബത്തിന്റെയും നവീകരണം രൂപത ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ഇന്റൻസീവ് ഹോം മിഷൻ. കുടുംബങ്ങൾ നവീകരിക്കപ്പെടേണ്ടതും ശക്തീകരിക്കപ്പെടേണ്ടതും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിലാണ് രൂപതയിലെ 70,000 കുടുംബങ്ങളിലേക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്റൻസീവ് ഹോം മിഷൻ നടത്തുന്നത്. 2023 സെപ്റ്റംബർ മാസം ഫാമിലി അപ്പോസ്റ്റലേറ്റിൽ ആരംഭിച്ച വലിയ ഒരു ശുശ്രൂഷ മേഖലയാണ് സിറോ മലബാർ മാട്രിമണി. പ്രായപൂർത്തിയായ യുവതി യുവക്കന്മാരെ ഉദ്ദേശിച്ച് സിറോ മലബാർ സഭയിലെ 35 രൂപതകൾ കോർത്തിണക്കിയുള്ള ഒരു വലിയ മാട്രിമണി ശൃംഖലയാണ് ഇത്. രൂപതയിലെ വിവാഹപ്രായമായ യുവതി യുവാക്കന്മാർ ഈ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഈ വർഷം ഫാമിലി അപ്പോസ്റ്റലേറ്റ്, മാതൃവേദി, പിതൃവേദി, പ്രോ ലൈഫ് തുടങ്ങിയ സംഘടനകൾ ചേർന്ന് ക്രമീകരിക്കുന്ന കുടുംബ സംഗമം രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിക്ക് മുമ്പുള്ള ഒരു കൂടിവരവായി നമുക്ക് കരുതാം. ജൂൺ 8-ാം തീയതി 2-ാം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ചുണ്ടശ്ശേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കുടുംബദിന പരിപാടികളിലേക്ക് എല്ലാ ഇടവകയിൽ നിന്നും സാധിക്കുന്നിടത്തോളം മാതാപിതാക്കന്മാരെ പറഞ്ഞയക്കുവാൻ വികാരിയച്ഛനും സംഘടനാ പ്രവർത്തകരും ശ്രദ്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മുടെ രൂപതയിലെ കുടുംബ അജപാലന പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ വൈവിധ്യമാർന്ന ശുശ്രൂഷകളെ പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായും സഹായിക്കേണ്ടത് വിശ്വാസ സമൂഹത്തിന്റെ കടമയാണ്. ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി ജൂൺ 9-ാം തീയതി ഞായറാഴ്ച നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഒരു സംഭാവന ശേഖരണം നടത്തി പ്രസ്തുത തുക രൂപത പ്രൊക്രേറ്ററിനെ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുന്നു. വിശാൽ സ്നേഹപൂർവ്വം മാർ ജോസഫ് കലറങ്ങാട്ട്, പാലാ രൂപത മെത്രാൻ. പ്രാർത്ഥനക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് അരുളി ചെയ്ത മിശിഹായെ സുവിശേഷ ഭാഗങ്ങൾക്കൊത്തത് ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിനായ സാക്ഷികളാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ശ്രീയുടെ മാതൃക അനുസരിച്ച് സത്യശാസ്ത്രത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പവിത്രീകരിക്കുകയും ദൈവജീവൻ നൽകുകയും ചെയ്ത കർത്താവെ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളും ക്ലേശങ്ങളും സുഖമാർക്ക് പ്രത്യാശയും ധൈര്യം പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രക്ഷോഭിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശയുടെ സമ്പന്ന നിലവനായ ഞങ്ങളുടെ ബെസ്റ്റ് പിതാവ് മാർ ഫ്രാൻസിസ് ബാബയെയും ഞങ്ങളുടെ സുരഭിതന്തരനുമായ മെദ്രാജ് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാമാരെയും അഭിനന്ദനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം.
പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിച്ച കർത്താവേ, ഉദ്ധിതനായി നിന്നെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതിനിടയാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾ കൈപ്പിനെ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹായുടെ കൃപയായി യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സ്വഭാവശരീരത്തിൽ സവിശേഷ അംഗങ്ങളാകാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാദൈവത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണം. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവനൊരാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. താതനും ആത്മജനും പാവനറൂഹായും ത്രിത്വമേകവുമാ മാനവബുദ്ധിക്ക് സത്യം ദുർഗ്രഹമായി നിലനിൽക്കുന്നു. ആദിയും അന്തവുമില്ലാതെ മഹിതം ദൈവസ്വഭാവത്തിൽ വാണിടും ത്രിത്വം സ്തുത്യർഹൻ. അങ്ങയുടെ നാമം എന്നേക്കും പുകഴ്ത്തും. ഒന്നായൊരു ഗണമായി പാവന ത്രിത്വത്തിൻ സ്തുതികൾ പാടിടാം. അവനുടെ ശക്തി സമുന്നതവും ആരാധ്യവുമാണെന്നാളും നിത്യനദൃശ്യൻ ദൈവത്തിൻ ഭരണം സുസ്ഥിരമതുപോലെ നിലനിൽക്കും രാജ്യം ചിരകാലം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. വിശ്വാസം ഉറപ്പോടു കൂടിയിട്ട് നമുക്ക് ഏറ്റുപറയാം. ഒരാൾ കത്തോലിക്കനാകണമെങ്കിൽ 12 കാര്യങ്ങൾ വിശ്വസിക്കണം. 12 കാര്യങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് ഉറപ്പിക്കാം. വിശ്വാസത്തിൻ്റെ തീഷ്ണതയും ആഴവുമൊക്കെ കുറഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറപ്പോടു കൂടിയിട്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
സർവശക്തനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ നിശബ്ദനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പത്രാകിസ്മാരും മെത്രാജ ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മ തിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യശാസ്ത്രയുടെ മരിച്ച ഇടനാട് പോയ എല്ലാവരും വേണ്ടി സ്മരിക്കുവേൻ. വിശയുടെ കൃപയാൽ ഇപ്പോൾ മുക്സാരം രക്ഷിക്കാം. സ്വഗ്രഹത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ വലിയവരും പാപികളുമായിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതൃകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസനത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അഴുതാത്തോടും വിസ്തയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും പൈവ്യമായ രസങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുതാഴ്ത്തി വിചാരണ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാധിപത്യത്തോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവന്മാരോടും സാപ്പന്മാരോടും ചേർന്ന്
നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ, വീണ്ടും വരുവാനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാട്ടി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യോസേപ്പ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും ഉപതാധ്യക്ഷനുമായ മാർ യോസേപ്പ് മെത്രാനും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ ഇവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച
നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് അയോഗ്യനായ എനിക്കും വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ റൂഹ എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോൻ വാഗ്ദാന പേടകത്തിൽ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. കർത്താവായ ദൈവമേ, പാപമാലും കഴിയുന്ന സ്നേഹത്തിൻ്റെ ദിവ്യപർമ്മണത്തിലെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിലൂടെ എനിക്കറിയാവുന്ന മറന്നുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും ഭാവങ്ങളും എന്നോട് ക്ഷമിക്കണം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും ശുദ്ധവുമായ ബലിപീഠത്തിൽ നിന്ന് ശുശ്രൂഷകളെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണം. കർത്താവായ ദൈവമേ, കാരുണ്യം പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണം. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലയുടെ സദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെ പാപമോചകമായ തിരുശരീരങ്ങളെയും സുഗന്ധപൂരിതമാക്കണം. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ
നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രകൃത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ നീ കൈക്കൊള്ളുവോർ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യേകമായോടെ സമീപിക്കാം. അനുതാത്മകാവുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരങ്ങൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതയും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലെ വിദേശത്തിൽ നിന്ന് നന്മകൾ നിമിത്തമാക്കാം. അനുസരിക്കുകയും പരിസമനാൽ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോട് വയ്ക്കുന്നതോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണം. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ശ്രീവാൻ ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. തൻ തിരുരക്തശരീരത്തിൽ നിത്യനിഗൂഢ രഹസ്യമിതാ, മിശിഹാനാഥൻ തൻ കൃപയ മാനവ മക്കൾക്കേകുന്നു. പാവനമീ ബലിപീഠത്തിൽ ചുറ്റിലുമായി അണിചേർന്നിടും മാലാഖമാരൊരു ഗണമായി സ്തുതിഗീതങ്ങൾ പാടുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന
ജീവിപ്പിക്കുന്ന കർത്താവിശ്വം സിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, രക്ഷാന്റെ കൃപയാൽ ദൈവപുത്രനായ മിശിഹായുടെ ശരീരരത്നങ്ങളെ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ സമീപിക്കുകയും സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യാം. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയ എന്നിലലിയോ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയും ഇന്നെൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. സ്നേഹം ഊരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപാതേർപ്പിക്കാം. സ്നേഹം ഊരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപാതേർപ്പിക്കാം. ദിവ്യസൗഭാഗ്യം അങ്ങന്റെ സ്വന്തം, ദിവ്യസൗഭാഗ്യം അങ്ങന്റെ സ്വന്തം. ആത്മാവുണർന്നു സ്തുതിഗീതികളാ, മഴയായി പൊഴിയും മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയും ഇന്നെൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച് ഞങ്ങൾ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ തീർക്കുകയും നിന്റെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരും വെച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരേ രഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിട് കന്യക സുതനീശോയേ, ദാസന്റേതുപോ സൃഷ്ടാവിന്റെയും സാദൃശ്യം നീ നിരയ്ക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോർ. നിന്റെ മാംസനീടങ്ങളാൽ പാപമോചനം നേടി ധന്യരായി. അടുത്ത വ്യാഴം പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. അടുത്ത ഞായറാഴ്ച വേദപാഠ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. പതിവുപോലെ 9:10 സപ്ര, തുടർന്ന് വിശുദ്ധ കുർബാന. വേദപാഠം പഠിക്കുന്ന കുട്ടികളെല്ലാം സപ്രായും കുർബാന പുസ്തകം കൊണ്ടുവരേണ്ടതാണ്. വളരെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. ജൂൺ
1 മുതൽ പുതിയ കൈക്കാരന്മാരും പുതിയ ഓഡിറ്റർമാരും ചുമതലയേൽക്കുകയാണ്. ഔദ്യോഗികമായ സ്ഥാനാരോഹണം അടുത്ത ഞായറാഴ്ചയായിരിക്കും. അടുത്ത ഞായറാഴ്ച പ്രതിനിധി യോഗം ഉണ്ടായിരിക്കുന്നതാണ്. ജൂൺ മാസത്തെ ദേവാലയ സമിതി കാര്യങ്ങൾ ചെയ്യേണ്ടത് 6-ാം വാർഡുകാരാണ്. ജൂൺ മാസം തിരുഹൃദയ വണക്കത്തിന് വേണ്ടി മാറ്റിവെക്കിടുന്ന മാസമാണല്ലോ. വണക്കമാസം വീടുകളിൽ ചൊല്ലുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വതന്ത്ര കാഴ്ച വരവ് 14,154 രൂപ. നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിട്ട് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട സഭാചന്ദ്രനാണ് നമുക്ക് വേണ്ടി ഇവിടെ കുർബാന അർപ്പിച്ചത്. മനുഷ്യനെ തുടർന്നുള്ള ക്ലാസ് നയിക്കുന്നതും അച്ഛനാണ്. ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്നത്തെ തന്നെ ഒത്തിരി പ്രോഗ്രാമുകൾക്കിടയിൽ നിന്നാണ് ഓടി അച്ഛനിവിടെ എത്തിയത്. അച്ഛൻ്റെ നമ്മോടുള്ള വലിയ വാത്സല്യവും സ്നേഹവുമാണ് നമുക്കതിലൂടെ വെളിവാക്കാനായിട്ട് സാധിക്കുക. അച്ഛന് ഒത്തിരി കാര്യങ്ങൾ രൂപതലത്തിൽ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ അച്ഛന്മാരുടെ തന്നെയാണ് ഈ ഓൺഗോയിങ് ഫോർമേഷൻ, അതുപോലെ തന്നെ ഓരോ PSWSൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ അച്ഛനിലൂടെ രൂപതയിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം ഈ അവസരം നമുക്ക് അച്ഛനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയോട് ഓർക്കാം. ഇത്രയും നിരവധിയായ വലിയ തിരക്കുകൾക്കിടയിൽ നിന്നാണ് അച്ഛൻ ഇവിടെ ആയിരുന്നുകൊണ്ട് ഇവിടെ നമ്മുടെ കൂട്ടത്തിലായിരിക്കുന്നില്ല. അപ്പം അച്ഛനെ നമ്മൾ ഏറ്റവും ഈ അവസരം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം ഏറ്റവും വിജയകരമായിട്ട് ദൈവാനുപ്രദമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥന വിസ്തുർബാനിലൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ യുവജനങ്ങളെല്ലാം ഇതിൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം അതീതമായിട്ട് വലിയ ഒരു സജീവമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ട്. പ്രതികൂല കാലാവസ്ഥയായിട്ട് പോലും നിങ്ങൾ വളരെ ത്യാഗത്തോടുകൂടി ഇവിടെ വന്നു കുമ്പസാരിക്കുകയും ഏറ്റവും സജീവമായിട്ട് വിസ്തുവിൽ പങ്കുചേരുകയും ചെയ്തു. നിങ്ങൾ നന്ദിയോടെ ഓർക്കണം. ഈ കൂട്ടായ്മ നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണമല്ല. തുടർന്നുള്ള അവസരം നമുക്ക് സാധ്യമാകുമെങ്കിൽ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റങ്ങനെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കാണുന്നതിനും ഇവിടെയൊക്കെയുള്ള ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നതിനായിട്ടും ഉള്ള ശ്രമം തുടർന്ന് നടത്തുന്നതുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ സജീവമായുള്ള സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമാപന പ്രാർത്ഥനക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. നിങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിച്ചതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും നിനക്ക് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, തൻ പ്രിയസുതനാൽ രക്ഷിച്ചു. റൂഹ തൻ വരമേകുകയാൽ തൃത്വസ്തുതികൾ പാടിമുതാ ദിവ്യരഹസ്യം ഘോഷിക്കും. നമ്മിൽ മാനവ സ്നേഹിതനാ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. ജീവനെഴും തിരുസ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരോഹിതനെ
ഈശോയെ കാക്കണമങ്ങേ വൈദികരെ പാവന ജീവിത പാതകളിൽ സന്തതം അവരെ നയിക്കണമേ. നല്ലവ തന്നെ ചിന്തിക്കാം, നല്ലവ തന്നെ ഉരിയാടാൻ, നല്ലവ തന്നെ ചെയ്തിടുവാൻ നന്മയിൽ അവരെ നയിക്കണമേ. ജോലികളെല്ലാം തീർത്തൊടുവിൻ നിന്തിരു സന്നിധി അണയുമ്പോൾ സദൈവ അവർക്ക് സനാതനമോ സ്വർഗാനന്ദം നൽകണമേ. മരിയവ്യാലി മധ്യസ്ഥ പ്രേക്ഷിതനാഥൻ മാർത്തോമാ വൈദികറാണി വിമലാംബി പ്രാർത്ഥിക്കണമേ വൈദികർക്കായി, പ്രാർത്ഥിക്കണമേ വൈദികർക്കായി. നമ്മുടെ സമ്മേളനം ചെറിയ ഹാളിലാണ് നടത്തപ്പെടുന്നത്. നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് പുറത്തിറങ്ങിയതിന് ശേഷം അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷപ്പായതിനു ശേഷം എത്രയും പെട്ടെന്ന് ഹാളിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആനിമേറ്റർമാർ വേണ്ടതായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിച്ച് ഹാളിലേക്ക് പോകാം.